ആ ഹലോ. പറഞ്ഞോ. ഹലോ ധ്യാനെ, നമ്മുടെ പടം ഇന്ന് റിലീസ് ആയിട്ടുണ്ട് കേട്ടോ. അല്ല, ഏത് പടത്തിന്റെ കാര്യമാണ് പറയുന്നേ? നമ്മുടെ പടം ജനസേവകൻ. എൻ്റെ ചേട്ടാ, ഞാൻ പറഞ്ഞല്ലേ ജനനായകൻ്റെ കൂടെ റിലീസ് ചെയ്യണമെന്ന്. ഒന്നാമത് ഞാൻ വിജയെ കളിയാക്കി എന്ന് പറഞ്ഞാൽ ഫാൻസ് എല്ലാം കൂടെ കട്ട കലിപ്പി നിൽക്കുക. എൻ്റെ ധ്യാന വിജയെക്കുറിച്ച് പറഞ്ഞ് വൈറലായതാണ് നമ്മുടെ പടത്തെ രക്ഷിച്ചത് കേട്ടോ. അല്ല, അതെങ്ങനെ? പടം ഹൗസ്ഫുള്ളാണ്, ഹിറ്റാണ്. വിജയ് ഫാൻസ് എല്ലാം ഇടിച്ചു കയറുവാണ് തിയേറ്ററിൽ. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ആദ്യം തൊട്ട് അവസാനം വരെ കൂവിച്ചയാണ്. അതാണ് ഒരു പ്രശ്നം. എൻ്റെ ബാക്കി പ്രൊഡ്യൂസർമാർക്കൊന്നും കിട്ടാത്ത ഭാഗ്യ ചേട്ടന് കിട്ടിയത്. കൂവാനാണെങ്കിലും ആള് കയറുന്നുണ്ടല്ലോ. അങ്ങനെ പറയണ്ട, ഒരു സീൻ മാത്രം തിയേറ്ററിൽ നിന്ന് കത്തുമായിരുന്നു. അതായത് ദാൻ്റെ ആ ഇൻട്രോ സീനിൽ ക്യാരക്ടറിന്റെ പേരായ തവളക്കുഴി വീട്ടിൽ കണ്ണൻ എന്ന് ഷോർട്ടാക്കി TVK എന്ന് കയ്യിൽ ടാറ്റു അടിച്ചില്ലേ, ആ ഒരു സീൻ കണ്ടപ്പോൾ തിയേറ്റർ നിന്ന് കത്തുമായിരുന്നു. എൻ്റെ ചേട്ടാ, അത് ലീക്ക് വന്നപ്പോഴേ ആ സീനൊക്കെ നമ്മൾ തൂക്കിയില്ലേ. ഈ പടത്തോടുകൂടി ആ ഇന്റർവ്യൂ സ്റ്റാർ എന്നുള്ള പേര് മാറി കോമ്പറ്റീഷൻ സ്റ്റാർ എന്ന പേര് ആവും. എന്തൊക്കെയാണേലും ഇന്റർവ്യൂ സ്റ്റാർ മാറിയല്ലോ, അത് മതി എനിക്ക്. അല്ല ധ്യാന, ഇനിയിപ്പോ പുതിയ പടങ്ങൾ ഏതൊക്കെയാ ഇറങ്ങാനുള്ളത്? എൻ്റെ ചേട്ടാ, നെൽസൺ ഇറക്കാനും ഇല്ലെങ്കിലും ഓഗസ്റ്റ് 15-ന് നമ്മുടെ ജയിലർ 2 റിലീസാണ്. കുഞ്ഞു ധ്യാനെ, ആ സൂര്യയുടെ പടം ഇറങ്ങുന്നുണ്ട്. സൂര്യ എങ്കിലും ഒന്ന് വെറുതെ വിട്ടേക്കണം കേട്ടോ. സൂര്യാണ്ടനും ഞാനും ഒക്കെ ഒരേ ലീഗിലുള്ള ആൾക്കാരല്ലേ. റിലീസ് മുടങ്ങിയൊരു പടമുണ്ട്, വെളുപ്പ്. കറുപ്പിൻ്റെ കൂടെ ഇറക്കാനിരുന്ന അതും മിക്കവാറും ഓഗസ്റ്റ് 15-ന് കാണും. പിന്നെ ഓണത്തിന് നിവിന്റെ ബെത്ലഹേം യൂണിറ്റും രാജുവിന്റെ ഖലീഫ ഇറങ്ങുന്നുണ്ടല്ലോ. ധ്യാന്റെ പടം ഒന്നും കാണത്തില്ലായിരിക്കുമല്ലോ അല്ലേ? എൻ്റെ ചേട്ടാ, അതല്ലേ രസം. ഓണത്തിന് റിയൽ ലൈഫ് ഇൻഷുറൻസ് ബേസ് ചെയ്ത് 2 സിനിമയാണ് റിലീസ് ആകാനുള്ളത്. അതേതൊക്കെയാ 2 പടം? ചേട്ടാ, ഈ കഴിഞ്ഞിടയ്ക്ക് അമ്മയിലെ നടിമാരെല്ലാം കൂടെ തമ്മിൽ തല്ലിയില്ലേ, അതിനെ ബേസ് ചെയ്തൊരു പടം. എൻ്റെ പേരെന്നാ, അമ്മയുടെ കുടുംബശ്രീ യൂണിറ്റോ, അങ്ങനെ കണ്ടൊരു പടം. രവിനെ വെറുതെ വിടത്തില്ലല്ലേ? എൻ്റെ ചേട്ടാ, ഇവന് മാത്രമല്ല പണി, രാജുവിനിട്ട് കൊണ്ട് പണി. രാജുവിൻ്റെ ഖലീഫയാണ് ഇറങ്ങാൻ പോകുന്നതെങ്കിൽ എൻ്റെ ഇറങ്ങുന്നത് എന്നും സ്വന്തം മിയാ ഖലീഫ പാർട്ട് 1. മിയാ ഖലീഫയുടെ കടുത്ത ആരാധകനായ ഒരു ചെറുപ്പക്കാരൻ കുറേ സ്ട്രഗിൾ എടുത്ത് മിയാ ഖലീഫയെ അവസാനം നേരിട്ട് കാണുന്നു. മിയാ ഖലീഫ മലയാളത്തിൽ അഭിനയിക്കാൻ പോകുന്ന ആദ്യത്തെ പടം കൂടെ. ഇതിൻ്റെ ക്ലൈമാക്സിൽ മിയാ ഖലീഫ ഒരു പ്ലക്കാർഡിൽ ഒരു മെസ്സേജ് എഴുതി ആ ചെറുപ്പക്കാരന് കൊടുക്കും. അതിങ്ങനെ സ്ക്രീനിൽ കാണിക്കും, അടിയിൽ എഴുതി കാണിക്കും, വെയിറ്റ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഓണം തൂക്കി. എൻ്റെ ചേട്ടാ, ഓണം തൂക്കുമെന്നല്ല, തൂക്കി അടിച്ചിരിക്കും.